വികസനം നാടിന്റെ ആവശ്യമാണ്. പുതിയ ഫാക്ടറികളും സംരംഭങ്ങളും ഉണ്ടാകേണ്ടത് അനിവാര്യവുമാണ്. പക്ഷേ അതൊന്നും നാടിനെ നശിപ്പിച്ചുകൊണ്ടാകരുത്. മൂവാറ്റുപുഴ ആയവന പഞ്ചായത്തിലെ ജനവാസ മേഖലയിൽ തണ്ണീർത്തടം നശിപ്പിച്ചുകൊണ്ട് ആരംഭിച്ച പ്ലൈവുഡ് ഫാക്ടറിക്കെതിരെ ഇപ്പോൾ സമരത്തിലാണ് നാട്ടുകാർ. മൂവാറ്റുപുഴ ആയവനയിൽ മരുതൂരിലെ 6 ഏക്കറോളം വിസ്തൃതിയിലുള്ള സ്വകാര്യ ഭൂമിയിലാണ് പ്ലൈവുഡ് ഫാക്ടറി വരുന്നത്. കൃഷിയിടങ്ങളും ചുറ്റിലും വീടുകളുമുള്ള പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയതു മുതൽ ആളുകൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും തുടങ്ങിയെന്നാണ് നാട്ടുകാരുടെ പരാതി. വേനൽക്കാലത്ത് പോലും വറ്റാത്ത നീരുറവ നികത്തപ്പെട്ടു. ഇതിനിടെയാണ് പ്രദേശത്തെ കൂറ്റൻ പാറ പൊട്ടിച്ച് അടുത്ത ഘട്ടത്തിലേക്ക് കടന്നത്. വീട് വെക്കാൻ പാറ പൊട്ടിക്കണമെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് ഖനനമെന്നാണ് ആരോപണം. പാറ പൊട്ടിക്കുന്ന സ്ഥലമെന്ന് വെച്ചാൽ എപ്പം വേണേലും മണ്ണിടിച്ചിലുണ്ടാകുന്ന പറ്റും, അതുപോലെ ഉറവയുള്ള സ്ഥലമാണ്. അപ്പോൾ അതുപോലെ വെള്ളം ഇവിടെ നന്നായിട്ട് നീരുറവയുള്ള സ്ഥലമാണ്. എപ്പോഴും വെള്ളം ഒഴുകുന്നുണ്ട്. വേനൽക്കാലത്തായാലും വെള്ളം ഒഴുകുന്ന സ്ഥലമാണ് ഉറവ. എല്ലായിടത്തും സ്റ്റേ ഉള്ള കോടതിയിൽ നിന്ന് സ്റ്റേയും മനികഞ്ചികളുടെ സ്റ്റേ ഉള്ള സമയത്ത് തന്നെയാണ് ഇവർ ഈ പുറത്തെല്ലാം ചെയ്യുന്നതുകൊണ്ട് ഭയങ്കരമായിട്ട് തീർച്ചയായിട്ടും അവരാരെയും പേടിയില്ല എന്നുള്ളതാണ്. എനിക്ക് പോലീസ് വരും, പണി നിർത്തും, 1 മണിക്കൂർ കഴിഞ്ഞ് പോലീസ് പോവും, വീണ്ടും പണി സ്റ്റാർട്ട് ചെയ്യും. നിയമലംഘനമെന്ന് കണ്ടെത്തിയതോടെ ജിയോളജി വകുപ്പ് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും പ്രവൃത്തികൾ ഇപ്പോഴും തുടരുന്നുണ്ട്. നാട്ടുകാർ ജനകീയ മുന്നണി ഉണ്ടാക്കി സമരം തുടങ്ങിയെങ്കിലും ഒരു നടപടിയും ആയവന പഞ്ചായത്ത് സ്വീകരിച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഏകജാലക പദ്ധതി വഴിയാണ് അനുമതി നേടിയതെന്ന കാരണത്താൽ ഒന്നും ചെയ്യാനാവില്ലെന്നാണ് പഞ്ചായത്തിന്റെ വിശദീകരണം. എന്നാൽ ജനവാസ മേഖലയിൽ ഇത്തരം പദ്ധതികൾക്ക് അനുമതി നൽകുന്നതിന് മുമ്പ് യാതൊരു പരിശോധനയും നടത്തിയില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. വ്യവസായങ്ങൾ നാടിനാവശ്യമാണ്. പക്ഷേ നാട്ടുകാർ ഉന്നയിക്കുന്ന ആശങ്കകൾ പരിഹരിക്കേണ്ട ഉത്തരവാദിത്വം ഭരണ സംവിധാനത്തിനാണ്. ഇവിടുത്തെ നാട്ടുകാർ കുറേയേറെ ആശങ്കകൾ ഉന്നയിക്കുന്നു. അതിന് പരിഹാരം കാണേണ്ടത് സർക്കാരും ഭരണ സംവിധാനവുമാണ്. ക്യാമറമാൻ MD അധീഷിനൊപ്പം എബിൻ ജോസ്, 24 തൊടുപുഴ. പൊതുജനം കഴുതയല്ല സാർ. അപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഉൾപ്പെടെ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. വ്യവസായ വകുപ്പോ പഞ്ചായത്തോ നടപടി എടുത്തിട്ടില്ല എന്നാണ് പ്രദേശവാസികളുടെ പരാതി. ആ പ്രതികരണങ്ങളിലേക്ക്. ഞങ്ങൾക്ക് വില്ലേജിൽ നിന്ന് അവിടെ നീരുറവ് ഉണ്ടെന്നും പറഞ്ഞ് തന്ന പേപ്പറാണിത്. വില്ലേജിൽ നിന്ന് ഒരു ചങ്ങഞ്ചാറ തോട് ഒഴുകുണ്ടെന്നും പറഞ്ഞുകൊണ്ട് കൃഷി ഓഫീസറും തന്ന ഇതാണ്. ഇത് ഞങ്ങൾക്ക് സ്റ്റേ മേടിച്ച ഒരു പേപ്പറാണ്. ഇതെല്ലാം കയ്യിലുണ്ടെങ്കിലും അവർ ഇത് നിർത്താനോ അന്നൊക്കെ പണി നടക്കുവാണ്. സ്റ്റേ മേടിച്ചതിന് ശേഷമാണ് അവർ ഈ കെട്ടിടം പണിതത് തന്നെ. അപ്പനും അമ്മയുണ്ട്, പിന്നെ വൈഫ് ആണെങ്കിൽ സ്ട്രോക്ക് വന്ന് തളർന്നു പോയതാണ്. അപ്പം ആ മേളിൽ നിന്ന് മല ഇങ്ങോട്ട് പൊട്ടി വന്നു കഴിഞ്ഞാൽ ഇതിന് ആരെയും എടുത്തുകൊണ്ട് ഓടാൻ പറ്റത്തില്ല. അവരാ പാറ പൊട്ടിച്ച് വെച്ചിരിക്കുന്ന അതിൻ്റെ കളറ് കണ്ടു. നല്ല വെള്ളം പോലും കുടിക്കാൻ സമ്മതിക്കുകയില്ല. പിന്നെ എന്നെ ഇപ്പോൾ ഒരു പാറ പൊട്ടിച്ചു. ആ സമയത്ത് ഇവിടെ ഭയങ്കര രാവിലെ കൊണ്ട് അത് വൈകുന്നേരം വരെ സൗണ്ടാണ്. പ്രായമായ അമ്മച്ചിയൊക്കെ അവിടെ ഇരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അവർ പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർക്കൊന്നും ഇറങ്ങിപ്പോകാനോ ഒന്നും പറ്റാത്ത ആൾക്കാർ എവിടെ എങ്ങനെയാണ് അത്ര നാൾ കഴിച്ചു കൂട്ടിയതെന്ന് അറിയത്തില്ല. കാരണം 2-3 മാസം ശരിക്കും സഹിച്ചു. കൂടാതെ വായുമലിനീകരണം അത് വേറെ പ്രശ്നം. ഈ കമ്പനി ഇവിടെ വന്ന ഈ പറഞ്ഞ മാതിരി ഇവിടുത്തെ മാരകമായ വിഷം ഈ വെള്ളത്തിൽ കൂടി തന്നെ ഒഴുകി. അപ്പോൾ വേനൽക്കാലത്ത് ഈ ഇവിടുന്ന് ഒഴുകി ചെല്ലുന്ന വെള്ളമാണ് ഈ കിണറ്റിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ആ വെള്ളം എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മാതിരി മാരകമായ അസുഖങ്ങളും കാര്യങ്ങളും ഉണ്ടാകും.